السلام عليكم ورحمة الله وبركاته. الحمد لله الذي نزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في قسم الثانية من دورة ثالثة من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 3ാം സെമസ്റ്റർ 2ാം ഭാഗത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്നുള്ള ഓർമ്മയുണ്ടോ? نزل الجريح من سيارة നസലൽ ജരീഹു മിനസ് സയ്യാറ. അപ്പൊ എന്താണ് അത്? ഏത് തരത്തിലുള്ള ക്രിയയാണ്? എന്ത് തരം ക്രിയയാണ്? നസലൽ ജരീഹു. പേജ് നമ്പർ എത്രയാണ്? 156. 156. എത്ര വരി? تمارين رقم 3. തമാരീനാണ്. رقم 3 هذا നസൽതു മിനസ് സിയാറത്തി. 3. അതാണ് നസൽതു മിനസ് സിയാറത്തി സുമ്മ നസ്സൽതു ഉമ്മി അൽ മരിയദ. അവിടെയാണ് നിർത്തി അല്ലേ? അതെ. ജരീഹക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു, നേരത്തെ കഴിഞ്ഞതാണ്. ഇവിടെ خرج حامد من الفصل تمارين അല്ല തമാരീൻ അല്ല സംഭവം. ഇത് കൈഫ അദ്ദിയത്തിൽ അഫ്ആലുൽ മത്ബൂഅത്തു ബിൽ അഹ്മരി ഫിൽ അംസിലത്തിൽ ആതിയ. ഇതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. തംരീൻ റഖം 3. അത് കഴിഞ്ഞിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നസൽതു മിനസ് സിയാറത്തി സുമ്മ നസ്സൽതു ഉമ്മി. അതാണ് മൻ അബ്കത്ത് ഫിൽ. അപ്പോൾ കൈഫ ഉദ്ദിയത്തിൽ അഫ്ആലുൽ മത്ബൂഅത്തു മിനൽ അഹ്ബരി ഫിൽ അംസിലത്തിൽ ആതിയ എന്നാണ് ചോദ്യം. എങ്ങനെയാണ് ഇത് ഉദ്ദിയത്ത് മുതഅദ്ദിയാക്കപ്പെട്ടത്? നസൽതു മിനസ് സിയാറത്തി സുമ്മ നസ്സൽതു ഉമ്മി അൽ മരിയദ. അപ്പൊ എങ്ങനെയാണ് അതിനെ ഒബ്ജക്റ്റുള്ള ക്രിയയാക്കിയത്, മുതഅദ്ദിയാക്കിയത്? എങ്ങനെയാണ്? നസൽതു ആക്കിയിട്ടില്ലേ? നസ്സൽതു ആക്കി. അപ്പൊ എന്താണ്? തളഈഫാണ്. സബ്ബഹ ഗ്രൂപ്പ് ആകുമ്പോ തളഈഫ് എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു തളഈഫ് ഷദ്ദ കൊടുക്കലാണ്. ലേഫാക്കൽ, ഇരട്ടിക്കൽ മുഖേനയാണ് എന്ത് ചെയ്തത്? അതിനെ മുതഅദ്ദിയാക്കിയത്, ട്രാൻസിറ്റീവ് ആക്കിയത്. ഓക്കെ. യാ അഹ്മദു ലാ തുദ്ഹിക്നി വഅന അഖറഉ ദർസ. അപ്പൊ എങ്ങനെയാണ് അത് മുതഅദ്ദിയായത്? യാ അഹ്മദു, അഹ്മദേ, ലാ തുദ്ഹിക്നി. എന്താർത്ഥം? എന്നെ ചിരിപ്പിക്കരുത്. നീ എന്നെ ചിരിപ്പിക്കരുത്. വഅന അഖറഉ ദർസ. അപ്പൊ എങ്ങനെയാണത്? തുദ്ഹിക്നി എന്നതിനെ എങ്ങനെയാണത് താദിയത്താക്കിയത്, മുതഅദ്ദിയാക്കിയത്? എങ്ങനെയാണ്? അഞ്ചല ഗ്രൂപ്പിന്റെ ഇതില്. അഞ്ചല ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹംസ് ചേർത്തുകൊണ്ട്, ഹംസത്ത് താദിയത്ത് ചേർത്തുകൊണ്ടാണ് അതിനെന്ത് ചെയ്തത്? മുതഅദ്ദിയാക്കിയത്, അഥവാ ട്രാൻസിറ്റീവ് ആക്കിയത്. അൽ ഖാമിസ് ഖാല ലിയ ത്വബീബു അഖ്രിജ് ലിസാനക്.
അതല്ല ഡോക്ടർ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ഒരു ഡോക്ടർ ഉണ്ട്. ഡോക്ടർ തുടങ്ങുന്നതിന് അം എന്ന് പറയും കുട്ടികളോട്. അം. ഡോക്ടർ എന്ത് പറഞ്ഞു? അഹ്രിജ് ലിസാനക്, നാവ് പുറത്ത് കാണിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് അഹ്റജ എന്ന ക്രിയയെ താദിയത്ത് ചെയ്തത്, മുത്താദിയാക്കിയത്? ബിഹംസത്തി താദിയത്തി, മുത്താദിയാക്കുന്ന ഹംസ കൊണ്ട്. ഖറജ പുറപ്പെട്ടു, അഹ്റജ പുറപ്പെടുവിച്ചു. قال تعالى والله أخرجكم من بطون أمهاتكم لا تعلمون شيئا. والله أخرجكم എങ്ങനെയാണ്? അത് നേരത്തെ പറഞ്ഞ വാക്ക് തന്നെയാണ്. ഹംസത്ത് താദിയ. ഖറജ പുറപ്പെട്ടു, അഖ്റജ പുറപ്പെടുവിച്ചു. വല്ലാഹു അഖ്റജക്കും, അല്ലാഹു ആണ് നിങ്ങളെ പുറപ്പെടുവിച്ചത്. മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും. ബുത്തൂൻ എന്താണ്? ബത്തനിന്റെ ബഹുവചനം. ബത്തനിൻ ബഹുവചനം ബുത്തൂൻ. ബുത്തൂനി ഉമ്മഹാത്തിക്കും. ഉമ്മഹാത്തിന്റെ ഏകവചനം ഉമ്മയ്യനല്ല. ഉമ്മൻ. ഉമ്മയ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉമ്മയ്യ എന്ന് പറഞ്ഞാൽ ഇല്ലിറ്ററേറ്റ്. റസൂലൻ നബിയ്യൽ ഉമ്മയ്യ. വിവാസബൽ ഉമ്മയ്യീന. ഉമ്മയ്യ ഇല്ലിറ്ററേറ്റ്, നിരക്ഷരർ. ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅൻ, നിങ്ങളൊന്നും അറിയുന്നവരായിരുന്നില്ല. السابع قال تعالى ومن يظلم منكم نذقه عذابا كبيرا. അപ്പോ നുദിഖ് എങ്ങനെ വന്നതാണ്? എങ്ങനെയാണ് മുത്താദിയാക്കിയത് അതിനെ? ഹംസത്ത് താദിയ. ഹംസത്ത് താദിയ വരുമ്പോ അവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഹംസ ചേർത്തപ്പോ എന്തായി? അസാക്ക. അസാക്ക യുദീഖു. ജാക്ക രുചിച്ചു, അസാക്ക രുചിപ്പിച്ചു. പിന്നെ എങ്ങനെ എന്ത് വന്നു? അമൻ യദ്ലിം എന്നത് കണ്ടീഷൻ ആയതുകൊണ്ട് നുദീഖു എന്നതിന് പകരം എന്ത് ചെയ്തു? നുദീഖ്. അതിന്റെ കണ്ടീഷൻ കണ്ടീഷന്റെ ജവാബിന് ജസ്മി ചെയ്തപ്പോൾ ഇടയിലുള്ള അതാക്ക യുദീഖു. നുദീഖിന്റെ യാ പോയതാണ്. عذابا كبيرا. ومن يظلم. الثامن قال الله تعالى لموسى عليه السلام وأدخل يدك في جيبك تخرج بيضاء من غير سوء. أدخل يدك എന്ത് ചെയ്തു? ഹംസത്ത് താദിയ. ദഖല പ്രവേശിച്ചു, അദഖല പ്രവേശിപ്പിച്ചു. അദഖൽ യദക ഫീ ജൈബിക. ജൈബ് എന്താണ്? പോക്കറ്റ്. അദഖൽ യദക ഫീ ജൈബിക. അപ്പൊ ജൈബിന്റെ സ്ഥാനം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിന്റെ മാറിലേക്ക് എന്ന അർത്ഥം. അദഖൽ യദക ഫീ ജൈബിക, നിന്റെ പോക്കറ്റിലേക്ക് പ്രവേശിപ്പിക്കുന്ന നിന്റെ മാറിന്റെ ഭാഗത്തേക്ക് വെക്കുക. തഖ്റുജ് ബൈദാഅ. ഇവിടെ എങ്ങനെയാണ് തഖ്റുജിന് ജസ്മ വന്നത്? ഫേലിൽ അംറിന് ജവാബ് ഉണ്ടാവും. കാരണം കൽപ്പന എന്ന് പറയുന്നത് ഒരു തൊലബാണല്ലോ, ഒരു റിക്വസ്റ്റ് ആണ്. അപ്പൊ റിക്വസ്റ്റിന് മറുപടി ഉണ്ടാവും, ഓർഡറിന് മറുപടി ഉണ്ടാവും. അപ്പൊ അതാണ് അദഖൽ യദക. അതേപോലെയാണ് ഇവിടെ പറയുന്നത് അദഖൽ യദക. അപ്പൊ നീ ഇത് ചെയ്താൽ ഇത് സംഭവിക്കും. അദഖൽ യദക, നീ കൈ പ്രവേശിപ്പിക്കുക, അപ്പോൾ ഇത് സംഭവിക്കും. തഖ്റുജ്, അത് പുറത്തു വരും. ബൈദാഅ. ബൈദാ എന്താണ്? വെളുത്തത്. വെളുത്തതായിട്ട് പുറത്തു വരും. മിൻ ഗൈരി സൂഇൻ, യാതൊരു കളങ്കവുമില്ല. സൂഅ്, തിന്മ. മിൻ ഗൈരി സൂഇൻ, യാതൊരു തിന്മയില്ല എന്ന് പറഞ്ഞാൽ യാതൊരു കളങ്കവും ഇല്ല, യാതൊരു ദോഷവുമില്ല. നമ്മള് തുയ്യ വെള്ളം എന്നൊക്കെ പറയുന്നില്ല.
അത്താസ് ബഅദ തവാഫി, ഇതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, അതിലൂടെ ഒരുപാട് വക്കാബുലറി പഠിക്കുന്നു, പ്രയോഗങ്ങൾ പഠിക്കുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് വായിച്ചിട്ട് നമ്മൾ ഒരുപാട് പ്രയോഗങ്ങൾ എങ്ങനെ നമ്മുടെ മനസ്സിൽ നിൽക്കും. അത്താസ് ബഅദ തവാഫി വസ്സഈ യൽഹിഖുൽ മുഅ്തമിറു റഅസഹു ഔ യഹ്ലിഖുൽ മുഅ്തമിറു റഅസഹു ഔ യുഖസ്സിറു ശഅറഹു. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് യുഖസ്സിറു എന്നതാണ്. യുഖസ്സിറുന് എന്ത് ചെയ്തു? തളഈഫാണ്. അതിന്റെ ഒറിജിനൽ വാക്ക് എന്താണ്? ഖസറ. ഖസറ കുറഞ്ഞു, ചെറുതായി. ഖസറ ചെറുതാക്കി. ഓക്കെ. ബഅദ തവാഫി വസ്സഈ, തവാഫിന്റെയും സഈന്റെയും ശേഷം യഹ്ലിഖുൽ മുഅ്തമിറു. മനിൽ മുഅ്തമിറു? ഉണ്ട്. മുഅ്തമിറിന്റെ അർത്ഥം എന്താ? ഏ? മുഅ്തമിറിന്റെ അർത്ഥം എന്താ? ഉംറ ചെയ്യുന്നവൻ. ഉംറ ചെയ്യുന്നവൻ. അപ്പൊ അതിന്റെ മാദി എന്താണ്? ഫിഅ്ൽ മാദി യഅ്തമറ. യഅ്തമറ. ആ, നമ്മൾ പഠിച്ചു. فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما എന്ന് പഠിച്ചില്ലേ സുഹൃത്ത്? ബക്രയിൽ പഠിച്ചവര് പഠിച്ചു, പഠിക്കാത്തവര് പഠിച്ചില്ല. حج البيت أو اعتمر. അപ്പോ എഴുത്തമറ എന്ന് പറഞ്ഞാലും ഹജ്ജ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് യഥാർത്ഥത്തിലുള്ളത്. ഹജ്ജ എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം ചെയ്തു, എഴുത്തമറ എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം ചെയ്തു. പിന്നീട് എന്തായി? പിന്നീട് ഇന്ന് പറയപ്പെടുന്ന പൂർണ്ണമായ ഹജ്ജ് എന്നും, അതായത് ഹജ്ജ് സമയത്തുള്ള ഹജ്ജിന്. അപ്പൊ അവിടെ എന്തുണ്ടാവും? മിനൽ രാപ്പാർക്കലും തവാഫുൽ അറഫയിൽ നിൽക്കലും തവാഫുൽ ഇഫാദയും എല്ലാം അടങ്ങുന്ന പൂർണ്ണമായ തീർത്ഥാടനത്തിന് എന്ത് പറഞ്ഞു? ഹജ്ജ് എന്നും, പിന്നീട് തവാഫും സഅയും തലമുണ്ടനവും അടങ്ങുന്ന ഇഹ്റാം ഉണ്ടാവും, അതിൽ അടങ്ങുന്ന ഉംറയ്ക്ക് അത് ഉംറ എന്നും പറഞ്ഞു. അങ്ങനെയുള്ള തീർത്ഥാടനത്തിന് ഉംറ എന്ന് പറയും. പിന്നെ ഹജ്ജുൽ അസ്ഗറും ഹജ്ജുൽ അക്ബറും എന്നും പറയാറുണ്ട്. ഹജ്ജുൽ അക്ബർ. അപ്പൊ തീർത്ഥാടനത്തിന് മൊത്തത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത്. അപ്പൊ പൂർണ്ണമായ ഹജ്ജ്, അറഫയിൽ നിൽക്കവും മിനയിൽ രാപ്പറക്കലും എല്ലാം അടങ്ങുന്ന ഹജ്ജിന് എന്ത് പറയും? ഹജ്ജുൽ അക്ബർ എന്ന് പറയും. അതാണ് സുഹൃത്ത് തൗബയെ പറഞ്ഞിരിക്കുന്ന യൗമൽ ഹജ്ജുൽ അക്ബരി എന്ന് പറഞ്ഞിരിക്കുന്ന ഹജ്ജുൽ അക്ബർ. അപ്പൊ പിന്നെ അത് ഹജ്ജുൽ അക്ബർ അല്ലാത്തത് ഹജ്ജുൽ അസ്ഗർ വരുമ്പോ ഉംറ മാത്രം. ബഅദ തവാഫി വസ്സഈ യഹ്ലിഖുൽ മുഅ്തമിറു. അപ്പൊ എഴുത്തമറയുടെ കർത്താവിന്റെ രൂപമാണ് മുഅ്തമിർ. റഅസഹു. അപ്പൊ ഉംറ ചെയ്യുന്നവൻ തവാഫിന്റെയും സഈന്റെയും ശേഷം എന്ത് ചെയ്യുന്നു? തല മുണ്ടനം ചെയ്യുന്നു. യഹ്ലിഖു റഅസഹു, തല വടിക്കുന്നു. ഔ യുഖസ്സിറു, അല്ലെങ്കിൽ മുറിക്കുന്നു. യഹ്ലിഖുൽ മുഅ്തമിറു ശഅറഹു എന്നാണ്. യഹ്ലിഖു ഔ യുഖസ്സിറു, വടിച്ചു കളയുകയോ അല്ലെങ്കിൽ മുറിക്കുകയോ ചെയ്യുന്നു. ശഅർ മുടി. قال النبي صلى الله عليه وسلم لا ينكح المحرم ولا ينكح ولا يخطب. വിശ്വാസം പറഞ്ഞെന്താ? ലാ യൻകിഹുൽ മുഹ്രിം. മുഹ്രിം ആരാണ്? അല്ലെ? ഹറാം ചെയ്യുന്നവനല്ല, യഹ്റാം ചെയ്തവൻ. അഹ്റമ എന്ന് പറഞ്ഞാൽ ഹജ്ജിനോ ഉംറയ്ക്കോ വേണ്ടി ഇഹ്റാം ചെയ്യുന്നതിനാണ് അഹ്റമ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് തക്ബീറത്തുൽ ഇഹ്റാം വന്നത്.
അവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഇഹ്റാമാണ്. പക്ഷെ അത് സാങ്കേതികമായി ഇഹ്റാം ചെയ്യുക എന്ന് പറയാറില്ല. നമസ്കാരത്തിന് വേണ്ടി തക്ബീർ ചൊല്ലി എന്നേ പറയുള്ളൂ. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇഹ്റാം ചെയ്യുന്ന, ഹറാമാക്കുന്ന എന്ന അർത്ഥത്തിലാണ്. ഈ ഏതിനായിരുന്നു, ഹജ്ജിനായിരുന്നു, നമസ്കാരത്തിനായിരുന്നു ഇഹ്റാം എന്ന് പറയും. പക്ഷെ ഇഹ്റാം എന്ന വാക്ക് സാങ്കേതികമായും ഉപയോഗിക്കുന്നത് ഹജ്ജിനും ഉംറയ്ക്കും ഇഹ്റാം ചെയ്യുന്നതിനാണ്. അതാണ് പറഞ്ഞത് ലാ യൻകിഹുൽ മുഹ്രിമു, അഹ്റമ ആരെങ്കിലും ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ആ മുഹ്രിമ് ഹജ്ജിനോ ഉംറയ്ക്കോ വേണ്ടി ഇഹ്റാം ചെയ്ത ആളിനാണ് എന്ന് പറയുന്നത് മുഹ്രിം എന്ന് പറയുന്നത്. അഹ്റമ അതിന്റെ ഫെയിൽ മാറിയാണ്, അതിന്റെ ഇസ്മു ഫായിലാണ് മുഹ്രിം. ലാ യൻകിഹുൽ മുഹ്രിം. അപ്പോ ഇഹ്റാം ചെയ്ത ആൾ ലാ യൻകിഹു ചെയ്യാൻ പാടില്ല. വിവാഹം 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 കഴിക്കാൻ പാടില്ല. വലാ യുൻകിഹു എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യാൻ പാടില്ല, വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത്. അപ്പൊ നകഹ വിവാഹം കഴിച്ചു. ഇത് രണ്ട് വാക്കും നമ്മൾ എവിടെ പഠിച്ചു? സൂറത്ത് ബഖറയിൽ പഠിച്ചില്ലേ? ബഖറയിലല്ലേ പഠിച്ചത്? الزاني لا ينكح إلا زان أو مشرك والزانية لا ينكحها إلا زان أو مشركة. لا تنكحوا المشركين، لا تنكحوا المشركين حتى يؤمنوا. أنا برجع ولا أمة مؤمنة خير من مشركة. لا تنكحوا المشركات. ലാ തൻകിഹുൽ മുശ്രിക്കാത്തി, നിങ്ങൾ മുശ്രിക്കത്തുകളെ വിവാഹം കഴിക്കരുത്. ഹത്താ യുഅ്മിന്ന, അവർ വിശ്വാസികളാകുന്നത് വരെ. വല അമത്തും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക്കത്തിൻ വലൗ അഅ്ജബത്കും. ബഖറയിലുള്ള ആയത്തല്ലേ അത്? വലാ തുൻകിഹുൽ മുശ്രിക്കീന, നിങ്ങൾ മുശ്രിക്കുകൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത്. ഹത്താ യുഅ്മിനു, അവർ വിശ്വാസികളാകുന്നത് വരെ. ബഖറയിലായത് തന്നെ. അത് തന്നെ, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ലാ യൻകിഹു, വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ വിവാഹ ഉടമ്പടി ചെയ്യരുതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ലാ യൻകിഹുൽ മുഹ്രിമു, ഇഹ്റാം ചെയ്തയാള് ലാ യൻകിഹു, വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, വൈവാഹിക ഉടമ്പടിയിൽ ഏർപ്പെടാൻ പാടില്ല. ലാ യൻകിഹുൽ മുഹ്രിമു. വലാ യുൻകിഹു, വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനും പാടില്ല. പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഇതും ചെയ്യാൻ പാടില്ല. വലാ യഖ്തുബു, ഇങ്ങനെ പാടില്ല. ഖതബ യഖ്തുബു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രസംഗിക്കുകയല്ല ഇവിടെ. ഖുതുബ പറയാൻ പാടില്ല എന്നല്ല. ഖതബ യഖ്തുബു എന്ന് പറഞ്ഞാൽ ഇവിടെ വിവാഹാലോചന നടത്തിയെന്ന അർത്ഥം കേട്ടാ. വിവാഹാലോചന നടത്തുന്നതിന് ഖതബ യഖ്തുബു എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. മറ്റേ ഖതീബും അത് തന്നെയാണ്. ഖതബ യഖ്തുബു, പ്രസംഗം ചെയ്തും ഇത് തന്നെയാണ്, ഇതേ വാക്ക് തന്നെയാണ്. വിവാഹാലോചന നടത്തി എന്നതിന് ഖതബ യഖ്തുബു എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോ എന്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ യുൻകിഹു എന്ന വാക്ക് എങ്ങനെ വന്നു? നകഹയെ എന്ത് ചെയ്തു? ഹംസത്തു താഴ്ച ചേർത്തു. അപ്പൊ അൻകഹ എന്നായി. നകഹ വിവാഹം കഴിച്ചു, അൻകഹ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അതേപോലെ വലാ യഖ്തുബു, വിവാഹാലോചന നടത്താനും പാടില്ല. വിവാഹ ഉടമ്പടി ചെയ്യാൻ പാടില്ല, വിവാഹാലോചന നടത്താനും പാടില്ല. الحادي عشر قال تعالى وأنه هو أضحك وأبكى. അപ്പൊ കുറെ ഹദീസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ, ഹദീസുകളും പഠിക്കുകയാണ്. وأنه هو أضحك وأبكى. അപ്പൊ ഇവിടെ അതേപോലെ وأنه هو أمات وأحيا, എന്തൊക്കെ ക്രിയയുണ്ട്? അദ്ഹക, അബ്ക, അമാത, അഹിയ, എല്ലാം എന്താണ്? ഫിഅൽ മുതഅദ്ദിയാണ്. അതിന്റെ ഫിഅൽ ലാസിം. അദ്ഹകയുടെ ലാസിം എന്താണ്? ലാസിം എന്ന് പറഞ്ഞാൽ ഇൻട്രാൻസിറ്റീവ്. അദ്ഹകയുടെ ഇൻട്രാൻസിറ്റീവ് ലഹിക.
തിരിച്ചു. വഹിക്ക. അലഹക നേരത്തെ വന്നു. അപ്പോ ഹംസത്ത് താഴെത്താണ്. അബുക്ക, അബുക്കയുടെ ലാസിം എന്താണ്? ഇൻട്രാൻസിറ്റീവ് ബക്കായ ബക്ക എബിക്കി, ബക്ക കരഞ്ഞു. അബുക്ക അവിടെ എന്ത് ചെയ്തു? ഹംസത്ത് താഴെ ചേർത്തു. വഅന്നഹു ഹുവ അമാത വഅഹ്യ എല്ലാം എന്താണ്? ഹംസത്ത് താഴെയാണ്. അമാത്ത എന്താ അർത്ഥം? അമാത്ത മരിപ്പിച്ചു. അതിന്റെ ലാസിം എന്താണ്? അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും പട്ടിക ഉണ്ടാക്കി വെക്കണം കേട്ടോ. വേറെ മുത്തഅദ്ദിയും ലാസിം ഒക്കെ എഴുതി വെക്കണം. ഇൻട്രാൻസിറ്റീവ്, അൺട്രാൻസിറ്റീവ്. നമ്മൾ പഠിച്ചത്രയും ക്രിയകൾ എന്തായാലും നമുക്ക് ഓർമ്മയുണ്ടാവും. മാത്ത മരിച്ചു, അമാത്ത മരിപ്പിച്ചു. ഹയ്യ ജീവിച്ചു, അഹ്യ ജീവിപ്പിച്ചു. الثاني عشر اللهم حبب إلينا الإيمان وكره إلينا الكفر والفسوق والعصيان. ഇവിടെ ദുആക്ക് പറഞ്ഞെന്നാണ് ഉള്ളത്. അത് സൂറത്തു ഹുജറാത്തിലെ ആയത്താണ്. ആയത്തുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഹബ്ബിബ് ഇലൈന അൽ ഈമാൻ. അപ്പൊ ഹബ്ബിബിനെ എന്ത് ചെയ്തു? അപ്പൊ സബ്ബാഹി രൂപാക്കിയപ്പോ അപ്പൊ എന്താണ് അതിന്റെ പിന്നെ ഹബീബ ഹബ്ബബ, ഹബ്ബബ, ഹബ്ബബ സ്നേഹിപ്പിച്ചു, ഇഷ്ടമുണ്ടാക്കി. Okay. وكره إلينا الكفر. അപ്പൊ കറഹ തളയിഫ്, കരിഹ വെറുത്തു, കറഹ വെറുപ്പിച്ചു. ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ അസിയാൻ. അസിയാന്റെ മാളി എന്താ? ഫുസൂഖിന്റെ മാളി എന്താണ്? അസ ധിക്കരിച്ചു, അസിയാൻ ധിക്കാരം. ഫസഖ യഫ്സുഖു ഫുസൂഖ് അധർമ്മം. പിന്നെന്താ? ഉരീദു അൻ ഉരിയഹൽ മുദീറ. അപ്പൊ അറായുരി എന്ന പ്രയോഗമാണ് അടുത്ത. അപ്പൊ അതോടുകൂടി ഇത് കഴിഞ്ഞു. അത് താരിയത്തിന്റെ വിഷയം കഴിഞ്ഞു. ഇവിടെ വേറെ വിഷയത്തിലേക്ക് പോകും. അടുത്ത ഒരു നജിമിട്ടിരിക്കുന്നുണ്ട, സ്റ്റാർ നജിം. ഉരീദു അൻ ഉരിയഹ എന്ന വാക്ക്, അൽ മുദീറ എന്ന വാക്ക് പാഠത്തിൽ വന്നായിരുന്നു. അതിന്റെ വിശദീകരണമാണ് പറയുന്നത്. നിങ്ങളെ നോട്ട്ബുക്ക് കൊണ്ടുവരും. ഞാൻ അത് മുദീറിന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? ഉരീദു അൻ ഉരിയഹ അൽ മുദീറ, അതിനെ ഞാൻ മുദീറിനെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ അറ എന്നത് അഫ്അല മിൻ റഅ. റഅയുടെ അഫ്അല ബാബാണ്. റഅയ്ക്ക് ഇവിടെ 3 അക്ഷരം കാണാം, അറായ്ക്ക് 3 അക്ഷരം കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ റഅ എന്നതിന്റെ അഫ്അല ബാബാണ്, അഥവാ അഫ്അല വസിനുള്ള ക്രിയയാണ് അറ എന്നത്. അസ്ലുഹു അർഅ എന്നതാണ്, അൻസല പോലെയാണ്. വഹുദിഫത്ത് മിൻഹു. ഞാൻ പറഞ്ഞു ഇതിന്റെ അസ്ല് പറയുന്നത് നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട. മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാക്കുക. വീണ്ടും വായിച്ചാൽ നമുക്കത് കുറേശ്ശെ മനസ്സിലായിക്കൊണ്ടിരിക്കും അതിന്റെ അസലിലേക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങനെ അസലിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിലെ പോലെ മറ്റു ഭാഷയിലെ പോലെ അല്ല, അറബി യഥാർത്ഥത്തിൽ വളരെ അതിന്റെ റൂട്ട് വേർഡ് വരെ ചെയ്യുന്നുണ്ട്. നമുക്ക് ചർച്ച ചെയ്ത് പഠിക്കാൻ പറ്റും. ഹുദിഫത്ത് മിൻഹു, ഹദഫ ഒഴിവാക്കി, നേരത്തെ പഠിച്ചായിരുന്നു നമ്മൾ. ഹുദിഫത്ത് ഒഴിവാക്കപ്പെട്ടു, മിൻഹു അതിൽ നിന്നും. ഐനുഹു, അതിനെന്താ? അതിന്റെ കണ്ണുപോയെന്നാ ഇവിടെ? ഐനുൽ ഫിഅല്
ഐനുൽ ഫിഅല് കേട്ടാ, നമ്മളെ അതില് ഇങ്ങനെ വല്ലാതെ പറഞ്ഞ് പഠിച്ചില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഏതൊരു ഫിഅലിനെ എടുത്താലും ആ ഫിഅലിനെ ഫഅലയോട് ഉപമിക്കുകയാണ്. ഖതല എന്ന ക്രിയ എടുത്തു, ഖതലയുടെ ഫാഉൽ ഫിഅലാണ് ഏത്? ഖാഫ്. ഖാഫ്. ഐനുൽ ഫിഅൽ ഏതാണ്? ഐനുൽ ഫിഅൽ, ലാമു ലാമുൽ ഫിഅൽ, ഖതല. അപ്പൊ നസറ എടുത്താൽ നൂന് ഫാഉൽ ഫിഅല്, സ്വാദ് ഐനുൽ ഫിഅല്, ലാമുൽ ഫിഅൽ. ഇപ്പൊ ലാമുൽ ഫിഅൽ ഐനുൽ ഫിഅൽ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പിന്നീട് അങ്ങോട്ട് സീരിയസ് ആയിട്ടുള്ള പറച്ചിലേക്ക് കയറുമ്പോ എന്താവും? ഐന് പോയി, ഫാ പോയി, ലാമ് പോയി എന്നൊക്കെയാണ് പറയുക. ഹുദിബത്ത് മിൻഹു ഐനുഹു, അതിൽ നിന്നും ഐന് പോയി. യാനി ഐനുൽ ഫിഅൽ, അതിന്റെ ഐനുൽ ഫിഅൽ അതിൽ നിന്നും കളയപ്പെട്ടു. മുളാരിഅഹു യുറ അല്ല യുരി, അറ എന്നതിന്റെ മുളാരി എന്താണ്? ഫിഅലുൽ മുളാരി യുരി എന്നതാണ്. വൽ അംറു മിൻഹു അരി. നമ്മള് റഅ പഠിച്ചതുപോലെ തന്നെ അറായിലും എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യില്ല, പ്രയോഗത്തിലുണ്ടാവില്ല. ചില രൂപങ്ങളാണ് പ്രസിദ്ധമായ രീതിയിൽ അത് ഉപയോഗിക്കുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില രൂപങ്ങളാണുള്ളത്. ആ ചില രൂപങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുളാരിഅഹു യുരി വൽ അംറു മിൻഹു അരി. അപ്പൊ അതിന്റെ കൽപ്പന രൂപം അരി എന്നാണ്. അങ്ങനെയാണ് അരിനി സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഗൾഫിലൊക്കെ. അരിനി എന്ന് പറയും. അരിനി ഹാദാ അലി, അതെന്നെ കാണിക്കൂ അലി. അതിന്റെ ബഹുവചനമാണ് ഖുർആനിൽ വന്നിരിക്കുന്നത് അറൂനി. അറൂനി മാദാ ഖലഖൽ ലദീന എന്ന് പറഞ്ഞിട്ട് ആയത്തുണ്ടല്ലോ. അറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന അറൂനി ഹാദാ യാ ഇഖ്വാനി. അപ്പൊ ഒരാളോട് പറയുമ്പോ അരി നീ, ഒന്നിലധികം ആളോട് പറയുമ്പോ അറൂനി. അതേപോലെ സഹോദരിയോട് പറയുമ്പോ അരി എന്നുള്ളത് എന്താ? നീട്ടണം. അരീനി, ഇഫ്തഹി എന്ന് പറയുന്ന പോലെ. അരീനി, എനിക്ക് കാണിച്ചു തരൂ, യാ മറിയം. അരീനി ഹാദാ യാ മറിയം. മറിയനോട് പറഞ്ഞപ്പോ എന്തായി? അരീ എന്നായി. അതേപോലെ സഹോദരിമാരോട് പറയുമ്പോ എന്താവും? അരീന എന്നായി. അരീന. ഇഫ്തഹീന, ഇഫ്തഹന എന്ന് പറയുന്ന പോലെ. ഇഫ്തഹന, നിങ്ങൾ തുറക്കൂ. അപ്പൊ എന്തായി? അപ്പൊ അരീന, അരീനനി, എനിക്ക് നിങ്ങൾ കാണിച്ചു തരൂ. ഹാദാ, ഇതിന്. യാ അഹവാത്തു, സഹോദരിമാരെ. തഖൂലു അറാന, അറാന എന്ന് പറയും. അറാനുൽ മുദരിസു കിതാബ നഹ്വിൻ ജദീദൻ, കിതാബ നഹ്വിൻ ജദീദൻ. അപ്പൊ അറാനുൽ മുദരിസു എന്താ അർത്ഥം? ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അധ്യാപകൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അറാന കിതാബ നഹ്വിൻ, ഗ്രാമർ പുസ്തകം. കിതാബ നഹ്വിൻ, ഗ്രാമർ പുസ്തകം. ജദീദൻ, പുതിയ ഗ്രാമർ പുസ്തകം. പുതിയ ഗ്രാമർ പുസ്തകം. അപ്പൊ കിതാബിന്റെ നഹ്വിൻ എങ്ങനെയാണ്, ജദീദിന് എങ്ങനെയാണ് നസ്ബ് വന്നത്? എന്തിന്റെ മഫ്ഊലും ബിഹി? ഇദാഫത്തല്ലേ? ജദീദൻ മഫ്ഊലും ബിഹി ആകാനുള്ള ഫിഅൽ എവിടെ? ജദീദൻ കിതാബ. കിതാബ് എന്താണ്? അറയുടെ മഫ്ഊലും ബിഹിയാണ് കിതാബ. ഞാൻ ചോദിച്ചത് ജദീദിന്റെ നസ്ബ് വരാനുള്ള കാര്യം എന്നാണ്. അത് നഹ്വിന്റെ ഇത് ഏതിന്റെ? ഇത് ഇലാഫത്താണോ? ഏതിന്റെയാണ്? നഹ്വിൻ, കിതാബിന്റെ. കിതാബിന്റെ ാണ്. ഒന്നും നോക്കണ്ട, അതിന്റെ അടയാളം സിമിലർ ആയിട്ടുള്ള അടയാളം ഉണ്ട്, ഏതാണെന്ന് നോക്കിയാൽ മതിയല്ലോ.
കിതാബ. കിതാബ് എന്നാണ്. അപ്പൊ ഇവിടെ കിതാബിന് ഒരു ഫത്തഹും ജദീദിന് 2 ഫത്തഹ് വരാൻ കാര്യം എന്താ? ജദീദുൻ. കിതാബിനെ നഹ്വിലേക്ക് ഇളാഫത്ത് ചെയ്തതോടുകൂടി അതിന്റെ തൻവീൻ പോകും കേട്ടാ. നഹ്വിലേക്ക് ഇളാഫത്ത് ചെയ്താൽ ഒന്നാമത്തെ തൻവീൻ പാടില്ലെന്നല്ലേ, അപ്പൊ അതിന്റെ തൻവീൻ കളയുന്നതാണ്. യഥാർത്ഥത്തിൽ അതിന് തൻവീൻ ഉണ്ട്, അത് വേറെ രീതിയിൽ മാരിഫ അല്ലാത്തത് കൊണ്ട് തൻവീനുണ്ട്. നഹ്വിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോ അതെന്തായി, അതിന്റെ തൻവീൻ പോയി. പിന്നീടുള്ളത് ആ രീതിയിലാണ് അതിന് വിശേഷണം കൊടുക്കുന്നത്. അപ്പൊ ജദീദൻ എന്നാ പറയാ. അപ്പൊ അറാനൽ മുദരിസു അധ്യാപകൻ ഞങ്ങളെ കാണിച്ചു തന്നു കിതാബ നഹ്വിൻ. അപ്പോ അറാന കിതാബ് എന്താണ്? കിതാബ് എങ്ങനെയാണ് നസ്ബ് വന്നത്? അറയുടെ മഫൂലും ബിഹി. അപ്പൊ ഞായുടെ അറാനയുടെ ഞാൻ എന്താണ്? അറാന അത് രണ്ടാമത്തെ വസ്തുണ്ട്. കിതാബ് പറയുമ്പോ രണ്ടാമത്തെ മഫൂലും ബിഹി എന്ന് പറയണം, ഇല്ലെങ്കിൽ തെറ്റി കിട്ടും കേട്ടാ. കാരണം അറാനായിലുള്ള, അതായത് ക്രിയയോടൊപ്പം സർവനാമം ചേർത്ത് കഴിഞ്ഞാൽ അതിലുള്ളത് അതെന്തായിരിക്കും? അത് ഒന്നാമത്തെ മഫൂലും ബിഹി ആയിരിക്കും. പിന്നെ വരുന്ന മഫൂലും ബിഹി രണ്ടാമത്തെ മഫൂലും ബിഹി ആയിരിക്കും. അറായ്ക്ക് എന്തായിരിക്കും? 2 മഫൂലും ബിഹി ഉണ്ടാവും. അറാ കാണിച്ചു, ആരെ കാണിച്ചു, എന്ത് കാണിച്ചു? അറാന ഞങ്ങളെ കാണിച്ചു, എന്ത് കാണിച്ചു? കിതാബ് കാണിച്ചു. അസാനി ഗദൻ സഅഖുദുകും ഇലൽ മക്തബത്തി ഇലൽ മക്തബത്തിൽ ആമത്തി വഉരീകും അൽ മആജിമ കുല്ലഹ. ഗദൻ സഅഖുദുകും, ആഖുദു, ആഖുദുവിന്റെ ഫെയില് മാളി എന്താണ്? അഖദ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ അർത്ഥം? സഅഖുദുകും, എടുത്തു. നിങ്ങളെ എടുക്കും. എടുത്തു എന്നാ ആഹുദു, എടുത്തു. അഖദ എടുത്തു. ആഹുദു എടുക്കൂ എന്നാ. അഖദുക്കും. എടുക്കും ഫെയില് മുളാരിയാണ്. അഖദ അഖദു, അഖദത അഖദതും, അഖദതു അഖദന, യഅഖുദു അഖദ. യഅഖുദൂന, ആഖുദു ഞാൻ എടുക്കും. കും നിങ്ങളെ, ഇലൽ മക്തബത്തിൽ ആമത്തി. മക്തബത്തുൽ ആമത്ത് എന്താണ്? പബ്ലിക് ലൈബ്രറി. പബ്ലിക് ലൈബ്രറി. ആമത്ത് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ളത്. ചിലപ്പോ കാണും, എല്ലാം വായിച്ചു നോക്കില്ല. ആകത്തത്തില് മക്തബത്തുൽ ആമത്തു പബ്ലിക് ലൈബ്രറി. ആമത്ത് നാസ് എന്ന് പറഞ്ഞാൽ പൊതുജനം. ഓക്കെ. എടുപ്പിക്കും എന്നറിയില്ല എങ്ങനെ? എടുപ്പിക്കുന്നോ? ആ. എടുപ്പിക്കുന്നുള്ളതിന് നമ്മൾ വാക്ക് വേറെ എന്തെങ്കിലും കാണും, നോക്കാം. യുഖദ് എടുക്കപ്പെടുമെന്നാണ്. അല്ലേ? യുഖദ് എടുക്കപ്പെടുമെന്നാണ്. യഅഖുദു എടുക്കുന്നു, യുഖദു എടുക്കപ്പെടുന്നു. ചിലപ്പോ ഈ വാക്ക് തന്നെ ആയിക്കണമെന്നില്ല കേട്ടോ, വേറെ ഏതെങ്കിലും ഫെയിലായിരിക്കും പറ്റും. അതിന് രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യണം? അതായത് മഫ്ഊലുൻ ബിഹി ഇല്ലാത്തതിന് മഫ്ഊലുൻ ബിഹി ഉണ്ടാകുന്നതായ മുതഅദ്ദിയാക്കും. മുതഅദ്ദിയാക്കിയ പിന്നെ വേറൊരു മുതഅദ്ദിയും കൂടെ ആക്കും. 2 മുതഅദ്ദിയാക്കും. അത് വരുന്നുണ്ടെന്നാണ് ഒന്ന്. ഞങ്ങൾ പഠിച്ചാണെങ്കിൽ പഠിക്കാൻ പോകും. എന്തായാലും എടുപ്പിക്കും എന്ന വാക്ക് നമുക്ക് നോക്കാം ഏതാണെന്ന്, മനസ്സിൽ വരുന്നില്ല ഇപ്പോൾ. ഗദൻ സഅഖുദുകും ഞാൻ നിങ്ങളെ എടുക്കും. സാ ഉപയോഗിച്ചത് ഭാവി ഇത് പറയാൻ വേണ്ടിയാണ്. ഇലൽ മക്തബത്തി അൽ ആമത്തി പബ്ലിക് ലൈബ്രറിയിലേക്ക്. ഉരീക്കും നമ്മളെ സബ്ജക്റ്റ് ഇതാണ്. അറ കാണിച്ചു, യുരി കാണിക്കും. അതിന്റെ മുത്തകല്ലിമിന്റെ രൂപമാണ് ഉരി.
മുഫ്രദ് മുത്തക്കല്ലിം, സംസാരിക്കുന്ന ആളുടെ ഏകവചനം. ഉരി, ഞാൻ കാണിക്കും. സ ഉരീക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആനിലെ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഉരീക്കും വായിച്ചിട്ടില്ലേ? സ ഉരീക്കും, നിങ്ങളെ കാണിച്ചു തരും. ഉരീക്കും, നിങ്ങളെ ഞാൻ കാണിച്ചു തരും, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. എന്ത് കാണിച്ചു തരും? അൽ മആജിം. മആജിമിന്റെ ഏകവചനം എന്താ? മഅ്ജം. മായല്ല, മുഅ്ജമുൻ. മുഅ്ജമുൻ. മുഅ്ജമുൻ ഡിക്ഷണറി. മആജിമ എന്റെ ബഹുവചനം. സഉരീക്കുമുൽ മആജിമ, ഞാൻ നിങ്ങൾക്ക് ഡിക്ഷണറികൾ കാണിച്ചു തരാം. കുല്ലഹ, എല്ലാം. എല്ലാം. അൽ മആജിമ കുല്ലഹ. അപ്പൊ കുല്ലിനെ ചേർത്തിട്ട് ഈ സർവനാമം ഉപയോഗിക്കുന്ന രൂപം നമ്മൾ ശ്രദ്ധിച്ചോളണം. നേരത്തെ വന്നിട്ടില്ലെങ്കിൽ, നേരത്തെ വന്നിട്ടുണ്ടാകാൻ സാധ്യത. കുല്ലഹ, അതിന്റെ എല്ലാം കേട്ടോ. അൽ മആജിമ കുല്ലഹ നേരത്തെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ഡിക്ഷണറിയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഭാഷയിലുള്ള പല ഡിക്ഷണറി ഉണ്ടാകാം, പല ഭാഷകളുടെയും ഡിക്ഷണറി ഉണ്ടാകാം. അതെല്ലാമായിരിക്കും ഉദ്ദേശിച്ചത്. അസാലിസ്, അസാലിസ് അരിനി ജവാസ് സഫരിക യാ അഹ്മദ്. ജവാസ് സഫർ. ജവാസ് എന്താ? ജവാസ് സഫർ. ജവാസ് പാസ്പോർട്ട്. ജവാസ് സഫർ പാസ്പോർട്ട്. ജവാസ് സഫർ, ജവാസ് അസ്സഫർ എന്നാണ് പറയാ കേട്ടോ. ഒറ്റയ്ക്ക് പറയുമ്പോ ജവാസ് സഫർ, യാത്രയുടെ അനുമതി എന്നാണ്. ജാസ യജൂസു, അനുവദിച്ചു. അപ്പൊ അങ്ങനെ അത് നിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി? അതിൽ അല് പോയി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇളാഫത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ജവാസ സഫരിക്ക, നിന്റെ പാസ്പോർട്ട്. എങ്ങനെ? എങ്ങനെയാണെന്ന് പറഞ്ഞത്? ജവാസു സഫർ, ജവാസ് അസ്സഫർ എന്നാണ്. അലിഫ്ലാം വേണം. ജവാസു സഫർ പാസ്പോർട്ട്. അപ്പൊ അസ്സഫറിനെ വേറെ ഒരാളുടേതാക്കി ഇളാഫത്ത് ചെയ്യുമ്പോൾ എന്താവും? അല്ല ഒഴിവാക്കിയിട്ടല്ലേ ഇളാഫത്ത് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ച നേരെ തിരിച്ചാണ്. ഇളാഫത്ത് ചെയ്യുമ്പോൾ ഒന്നാമത്തേന് അൽ ഉണ്ടാവുകയില്ല എന്നാണ് പഠിച്ചത്. ഇനി അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇളാഫത്ത് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ കൺസ്ട്രക്ഷനിലേക്ക് പോവുകയാണ്. അത് ക്രിയേറ്റ് ചെയ്യാൻ, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വേണം? അൽ ഉണ്ടായിരുന്നതിന് അൽ കളഞ്ഞിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചേർക്കാൻ പറ്റും. അൽ കിതാബു എന്നുള്ളതിന് നിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ എന്ത് വേണം? കിതാബുക, അല്ലെങ്കിൽ കിതാബ് മുഹമ്മദിൻ, മുഹമ്മദിന്റെ പുസ്തകം. അപ്പൊ ആൾ കളഞ്ഞിട്ട് ഇളാഫത്ത് ചെയ്യാൻ വന്നതുകൊണ്ടാണല്ലോ പോയത്. ഇളാഫത്ത് ചെയ്തത് കാഫിലേക്ക് ഇളാഫത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാ വന്നത് കൊണ്ടൊന്ന് മാത്രം പഠിച്ചാൽ പോരാ. ഇനി നമ്മള് പണ്ട് നമ്മൾ റബ്ബുഹും ഒക്കെ പഠിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ കാ ചേർത്താണെന്ന് പറഞ്ഞു. റബ്ബുക്കും ഒക്കെ പറയുമ്പോഴേ ഇനി ആ സർവനാമം എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഇളാഫത്താണ്. എങ്കിലും നമുക്ക് ആ ഇളാഫത്തിന്റെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുള്ളൂ. അപ്പൊ നാമത്തോടൊപ്പം സർവനാമം ചേർത്താൽ അതെന്താണ്? ഇളാഫത്ത്. ക്രിയയോടൊപ്പം സർവനാമം ചേർത്താൽ അല്ലേ? അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് അരിനി. എവിടെയാ മഫ്ഊലുൻ ബിഹി? മഫ്ഊലുൻ ബിഹി ഏതാണ് അരിനിയിലെ? കേട്ടോ, യാ ആണ്. മഫ്ഊലുൻ ബിഹി. നൂൻ എന്താണ്? നൂനുൽ വിഖായത്ത്. ക്രിയയുടെ കൂടെ സർവനാമം ചേർക്കുമ്പോൾ മുത്തക്കല്ലിമിന് മുമ്പ് യാന് മുമ്പ് നൂനുൽ വിഖായത്ത് ചേർക്കണം. അരിനി ജവാസ സഫരിക യാ അഹ്മദ്. അഹ്മദ് നിന്റെ പാസ്പോർട്ട് കാണിക്കൂ. വഫി തൻസീൽ ഖാല തആല എന്ന് പറയുന്നതിന് പകരം
ഓഫി തൻസീൽ, തൻസീലുണ്ട്. തൻസീൽ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറയുന്ന മറ്റൊരു പ്രയോഗമാണ് തൻസീൽ. അല്ലവൽ വലഖദ് അറൈനാഹു ആയാതിന കുല്ലഹ ഫകദ്ദബ വഅബ. സൂറത്ത് ത്വാഹ 56 ആയ 56. വലഖദ് അറൈനാഹു അർത്ഥം നാം അവരെ അവന് കാട്ടിക്കൊടുക്കും. കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വി ഹാവ് ഓൾറെഡി ഷോൺ ഹിം. എന്ത് കൊടുത്തു? കാണിച്ചു കൊടുത്തു. ആയാതിന കുല്ലഹ ഫകദ്ദബ വഅബ. നേരത്തെ വന്ന കുല്ലഹയുടെ പ്രയോഗം ശ്രദ്ധിച്ചോളുക. ഈ പാഠത്തിലാണോ പഠിക്കേണ്ടത്? നേരത്തെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുല്ലിന്റെ. അറൈനാഹു. അപ്പോ അറായുടെ കൂടെ ചേർന്ന് വരുന്ന സർവനാമം ഏതാണ്? അതിന്റെ മഫ്ഊൽ ബിഹി ഏതാണ്? അറായുടെ ലഹനൊന്നുമല്ല. ഞാൻ അവിടെ ഫെയിലും മാറി വരുന്നത് രൂപത്തിന്റെ കൂടെയുള്ള ഞായാണ്. അതാണ് കൂടെ ചേർക്കുന്നു എന്ന് നമ്മൾ പറയുന്ന സർവനാമം എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫതഹന എന്ന് പറയുന്ന ലാ അല്ല നമ്മൾ ചേർക്കുന്നു എന്ന് പറഞ്ഞത്. ഫതഹന എന്ന് പറഞ്ഞാൽ ഫതഹ ഫതഹു ഫതഹതു ഫതഹന അതിന്റെ രൂപഭേദത്തിലുള്ള ലായാണ്. അവിടെ നെഹനു അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഫാഇലിന്റെ സർവനാമമാണ്. ഫാഇലാണ്, അതിന്റെ അകത്തുള്ള ഫാഇലാണ്. അറൈന നാം കാണിച്ചു എന്ന ഫാഇലാണ് നഹനു. ഹു എന്താണ്? അതിനോട് ചേർത്ത സർവനാമമായ മഫ്ഊലുൻ ബിഹിയാണ്. അല്ലെങ്കിൽ മഫ്ഊലുൻ ബിഹി അവ്വൽ, ഒന്നാമത്തെ മഫ്ഊലുൻ ബിഹിയാണ്. അറാ വരുമ്പോൾ 2 മഫ്ഊലുൻ ബിഹിയാണ്. അറൈനാഹു നാം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. രണ്ടാമത്തെ മഫ്ഊലുൻ ബിഹി എവിടെ? ആയാതീന. എങ്ങനെ മഫ്ഊലുൻ ബിഹിയുടെ അടയാളം എന്ത്? അടയാളം മൻസൂബാണ്. കസ്റത്ത് കൊണ്ടാണ് നസ്ബ് ചെയ്തിരിക്കുന്നത്. കാരണം ജമ്മ മുഅന്നസ് സാലിം ആയതുകൊണ്ട്. ആയാത്തിന അവിടെയുള്ള നാ എന്താണ്? ആയാത്തിനായുടെ നാ എന്താണ്? ആയാത്ത് ഫായിലാകാൻ വേണ്ടിയുള്ള ക്രിയ ഏതാണ്? നേരത്തെ പറഞ്ഞു ആയാത്ത് എന്താണ്? ആയാത്ത് നാമാണോ ഫേലാണോ? ഇസ്മാണ്. ഇസ്മിന്റെ കൂടെ ചേർന്ന് വരുന്ന സർവനാമം എന്തായിരിക്കും? ഇലാഫത്ത് ചെയ്യപ്പെട്ടതായിരിക്കും. ഇലാഫത്ത് ചെയ്യപ്പെട്ടത്. ആയാത്തി ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടാന്തം. നമ്മുടെ ദൃഷ്ടാന്തം പിന്നെ നൂനിലേക്ക് ഇലാഫത്ത് ചെയ്ത ആയാത്തിന കുല്ലഹ എല്ലാത്തിനെയും. അത് എന്തെയാണ്? ചെയ്യുന്നതിന് വേണ്ടിയാണ്. സർവ തെളിവുകളും കാണിച്ചു കൊടുത്തു, സർവ ദൃഷ്ടാന്തങ്ങളും കാണിച്ചു. ഫിർഔനെ കുറിച്ച് പറഞ്ഞാണ്. അവൻ കളവാക്കുകയും വിസമ്മതിക്കുകയും ചെയ്തു. വിസമ്മതിച്ചു. الثاني هو الذي يريكم آياته وينزل لكم من السماء رزقا. അതൊക്കെ നേരത്തെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. റെഫ്യൂസ് റിജക്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ക്രിയാധാതുവാണ് ഇബാഉൻ.
وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى. അത് തന്നെ ബക്കറ പഠിച്ചവരൊക്കെ പഠിച്ചു. അസാനി ഹുവല്ലദി യുരീക്കും ആയാത്തിഹി, ഹുവല്ലദി യുരീക്കും ആയാത്തിഹി, അവനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. യുരീക്കും ആയാത്തിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങൾ. വയുനസ്സിലു മിനക്കും മിനസ്സമാഇ റിസ്ഖൻ, ആകാശത്തു നിന്നും നിങ്ങൾക്ക് വിഭവങ്ങൾ ഇറക്കി തരുന്നതും അവനാകുന്നു. എന്താ നമ്മുടെ സബ്ജക്റ്റ്? യുരീക്കും. അറാ യുരി, യുരി അവൻ കാണിച്ചു തരുന്നു, കും നിങ്ങൾക്ക്. അപ്പൊ കും എന്താണ്? മഫ്ഊലും കും ബിഹി. എന്താണ്? ആ മഫ്ഊലും ബിഹി അവ്വൽ. എന്ത് കാണിച്ചു തരുന്നു? അവൽ. ആയാത്ത്. ആയാത്ത് കാണിച്ചു തരുന്നു. അപ്പൊ ഹി എന്താണ്? ഖിലാഫത്ത് ചെയ്ത സർവ്വം. മുലാഫുൻ ഇലൈഹി. ഏതൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്തു അതാണ് മുലാഫുൻ ഇലൈഹി. അല്ല സോറി, ഹി മുലാഫാണ്. മുലാഫുൻ ഇലൈഹി ആയാത്തിലേക്കാണ് എന്ത് ചെയ്തത്? ഇലാഫത്ത് ചെയ്തത്. ആയാത്തി ഹി, അവന്റെ ദൃഷ്ടാന്തം. ഹി മുലാഫാണ്, ഇലാഫത്ത് ചെയ്യപ്പെട്ടത്. വയുനസ്സിലു ലക്കും മിനസ്സമാഇ റിസ്ഖൻ. അപ്പൊ യുരിയാണ് നമ്മുടെ സബ്ജക്റ്റ്. അസ്സാലിസ് വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത ഖാല അവലം തുഅ്മിൻ ഖാല ബലാ വലാകിൻ ലിയത്മഇന്ന ഖൽബി. ഇത് നമ്മൾ പഠിച്ചതാണ് അൽ ബഖറയിൽ. വഇദ് ഖാല ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ സന്ദർഭം, റബ്ബി അരിനി. റബ്ബിയുടെ അർത്ഥം എന്താ? എന്റെ റബ്ബ്. എന്റെ റബ്ബ് എന്നാണ് കേട്ടാ. എന്റെ റബ്ബ്, റബ്ബി. അതായത് പ്രാർത്ഥനാ രൂപത്തിൽ വരുന്ന സന്ദർഭങ്ങളിലൊക്കെയും ഖുർആനിൽ വന്നിരിക്കുന്നിടത്ത് എന്താണ്? റബ്ബി. അവിടെ ദീർഘം ഒഴിവാക്കിയിട്ടാണ് ഉള്ളത്. റബ്ബി ഇശ്റഹ് ലി സദ്രി, അതേപോലെ റബ്ബി ഇഗ്ഫിർലി, റബ്ബി റഹംഹുമാ, റബ്ബി ഖദ് ആതൈതനി. ഒരുപാട് റബ്ബി. അല്ല നാഫിയാന്ന് വന്നിട്ടുണ്ടോ അവിടെ ഖുർആനില്? വഖുർ റബ്ബി സിദ്നി ഇൽമാ എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ ഇൽമുമായി നെക്കിരായിട്ട് വന്നത്. അതെ, എല്ലാ റബ്ബും അത് തന്നെയാണ്. അപ്പൊ ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത. അപ്പൊ അരിനിയുടെ ഇത് പറഞ്ഞ് ഈ ആറാബ് പറഞ്ഞ് എങ്ങനെയാണ് അരിനി വന്നെന്ന്? അരി ഫിഅല് മാളി. അല്ല മാളി അല്ല, അരിനി. അരി ഫിഅലുൽ അംർ, നൂനുൽ വിഖായത്ത്, യാഉൽ മുത്തകല്ലിം. എന്താണ് യാഉൽ മുത്തകല്ലിം? എന്താണ്? അവ്വൽ കേട്ടാ. കൈഫ തുഹ്യിൽ മൗത അവിടെ എന്താണ്? ജുംലയാണ്. മഫ്ഊലും ബിഹി ബാക്കി. എന്താ കാണിച്ചു തരേണ്ടത്? കൈഫ തുഹ്യിൽ മൗത, എങ്ങനെയാണ് മരിപ്പിക്കുന്നത് എന്ന് കാണിച്ചു തരണം. അതാണ് ജുംലയാണ് മഫ്ഊലും ബിഹി സാനി. ഖാല അവലം തുഅ്മിൻ, ഖാല അല്ലാഹ് ചോദിച്ചു, അവലം തുഅ്മിൻ, നീ വിശ്വസിച്ചിട്ടില്ലയോ? ഖാല ബല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ബല, ഓഫ് കോഴ്സ്, തീർച്ചയായും. അപ്പൊ നമ്മള് ഇല്ലേ എന്ന അവലം തുഅ്മിൻ ലം ചേർത്ത് ചോദിച്ചുകൊണ്ടാണ് മറുപടി എന്ത് പറഞ്ഞത്? ബല. അപ്പൊ അവലം തുഅ്മിൻ, നീ വിശ്വസിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചാൽ ബല അമൻതു എന്നാണ് അർത്ഥം. തീർച്ചയായും ഞാൻ വിശ്വസിച്ചു. വലാകിൻ ലിയത്മഇന്ന, യത്മഇന്നയുടെ ഫിഅൽ മാദി എന്താ? യത്മഅന്ന.
അതിന്റെ അതിന്റെ ഇസ്മു ഫാഇൽ എന്താണ്? മുത്തുമഇൻ. മുത്മഇന്ന്. യാ മുത്മഇന്ന്. അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നതു. മുത്മഇന്നുൻ. ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയം ശാന്തി അടയുന്നതിന് വേണ്ടിയാണ്. ഹൃദയത്തിന് സമാധാനം, മനസ്സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. അറാബിയ ഹാദാ ഖൽഖുല്ലാഹി ഫഅറൂനി, നേരത്തെ പറഞ്ഞു. അറു എന്നത് എന്താണ്? ഫിഅ്ലുൽ അംറിന്റെ ജംആണ്. അരി അരി ഏകവചനം. അറൂ, നിങ്ങൾ കാണിക്കൂ, നീ എന്നെ. നൂനുൽ വഖായത്ത് യാൽ മുത്തകല്ലിം മഫ്ഊലുൻ ബിഹി അവ്വൽ. അറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അവനെ കൂടാതെയുള്ളവർ, നേരത്തെ ഞാൻ പറഞ്ഞ ആയത്താണ്. അവനെ കൂടാതെയുള്ളവർ എന്താണ് സൃഷ്ടിച്ചതെന്ന് കാണിച്ചു തരൂ. ഹാദാ ഖൽഖുല്ലാഹി, ഇതാണ് അള്ളാന്റെ സൃഷ്ടിപ്പ്. അറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അവനെ കൂടാതെയുള്ളവർ എന്താണ് ക്രിയേറ്റ് ചെയ്തത്, സൃഷ്ടിച്ചത് എന്ന് അവർ കാണിച്ചു തരട്ടെ. ലുഖ്മാൻ അൽ-ഖാമിസ്. وقال الذين كفروا ربنا أرنا الذين أضلانا من الجن والإنس نجعلهما تحت أقدامنا ليكونا من الأسفلين. وقال الذين كفروا ربنا അരിന. അപ്പൊ അതിന്റെ ഘടന പറഞ്ഞ് ജറാബ് പറയൂ. ഞങ്ങൾക്ക് അരി എന്താണ്? ഫിഅ്ലുൽ അംറ്. അരി ഫിഅ്ലുൽ അംറ്. നഹ്നു എന്താണ്? മഫ്ഊലുൻ ബിഹി അവ്വൽ. ബിഹി അവ്വൽ എന്ന് പറയുന്നത്. സാനി എന്താ? അല്ലദീന. അല്ലദൈനി. അല്ല സോറി, അല്ലദൈനി. കണ്ട്. അല്ലദൈനി. അവല്ല. അപ്പൊ അല്ലദൈനിക്ക് യാൻ വരാൻ കാര്യം എന്താ? അല്ലദാനി ഉണ്ട്, നമ്മൾ പഠിച്ചല്ലോ. അല്ലദാനി മഫ്ഊലുൻ ബിഹി. മഫ്ഊലുൻ ബിഹി റഫ് ചെയ്തത് യാവുണ്ട് നസ്ബ് ചെയ്തു. അല്ലദൈനി അദല്ലാന, അവർ രണ്ടുപേരും ഞങ്ങളെ വഴിപിഴപ്പിച്ചു. ജിന്നി വൽ ഇൻസ്, ജിന്നിൽ നിന്നും ഇൻസിൽപ്പെട്ട, ജിന്നിലും ഇൻസിലും പെട്ടവരായ. നജഅൽഹുമാ, അവർ രണ്ടുപേരെയും ഞങ്ങളാക്കട്ടെ. തഹ്ത അഖ്ദാമിന, ഞങ്ങളുടെ കാൽ കീഴിൽ, കാൽപാദത്തിനടിയിൽ. ലിയകൂന, ലിയകൂന എന്താണ്? ലിയകൂന ആര്? അവർ രണ്ടുപേരും. അവർ രണ്ടുപേരും. യകൂനു യകൂനാനി, യകൂനു യകൂനാനി. ലീ വന്നപ്പോൾ എന്ത് ചെയ്തു? അൻ മറിഞ്ഞ് നസ്ബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? നാ പോയി. ലിയകൂനാനി എന്നാണ്. ലിയകൂനാനി, നീ പോയത് അഫ്ആൽ ഖംസയുടെ നൂന് പോയത് ലീ വന്നതുകൊണ്ട് അൻ മറിഞ്ഞ് നസ്ബ് ചെയ്തതാണ്. ലിയകൂന മിനൽ അസ്ഫലീൻ. അസ്ഫലീൻ, അസ്ഫലിന്റെ ഏകവചനം അസ്ഫല. അസ്ഫല അല്ല, ഏകവചനമാണ് ഞാൻ ചോദിച്ചത്. അസ്ഫല യുസ്ഫിലും അല്ല, ഏകവചനമാണ് ചോദിച്ചത്. അപ്പൊ ഏകവചനം എന്ത് വരും? അസ്ഫലു. അസ്ഫലു. എത്ര ലമ്മുണ്ട്? ഒരു ലമ്മേ ഉള്ളൂ. സൂപ്പർലേറ്റീവ് ആയതുകൊണ്ട് ഒരു ലമ്മേ ഉള്ളൂ. അസ്ഫലു, അക്ബറു, അസ്ഫലു ഏറ്റവും താഴ്ന്നത്. അൽ അസ്ഫലീൻ, അവർ ഏറ്റവും താഴ്ന്നവരാക്കുന്നതിന് വേണ്ടി, അവരെ ഏറ്റവും താഴ്ന്നവരാക്കുന്നതിന് വേണ്ടി, ചവിട്ടി താഴ്ത്തുന്നതിന് വേണ്ടി ഞങ്ങൾ അവരെ കീഴിൽ ചവിട്ടി താഴ്ത്തട്ടെ. യകൂന മിനൽ അസ്ഫലീൻ, അവർ രണ്ടുപേരും ഏറ്റവും താഴ്ന്നവർ ആകുന്നതിന് വേണ്ടി. അടുത്തത് യുജറത്ത് തംദീനാനി അശ്ശഫവിയാനി അൽ അതിയാനി.
യഖൂലു താലിബു ലിസമീലിഹി അരിനി കിതാബക. എന്ത് ചെയ്യണം? ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഈ പ്രയോഗങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. തംരീൻ ഷഫവി, വെർബൽ എക്സസൈസ് പറഞ്ഞു പഠിക്കുക. എന്താ ഷഫവി, ഷഫവി എന്ന് പറഞ്ഞാൽ വാ കൊണ്ടുള്ളത്, വെർബൽ. ആ, ഷഫവി. യഖൂലു താലിബു ലിസമീലിഹി അരിനി കിതാബക. അപ്പൊ സുഹൃത്ത് പറയണം, അരിനി കിതാബക, നിന്റെ പുസ്തകം കാണിച്ചു തരൂ. അരിനി സാഅതക, നിന്റെ വാച്ച് കാണിച്ചു തരൂ. അരിനി കലമക, നിന്റെ പേന കാണിക്കൂ. ഫയജീബുഹു ഖായിലൻ സഉരീകഹു, ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ സാഅത്താണെങ്കിൽ എന്ത് പറയണം? സൗരീക ഹ. സൗരീകഹു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? സായുണ്ട്, ആ, സീനുണ്ട്, സാ ഉണ്ടെന്നല്ല ഉരി പറയാം. എല്ലാം. സീൻ എന്നാണ് അതിന്റെ പേര്. ഉം. ആ, ഹർഫ് ബി പറയുന്നിടത്ത് അതിന് ബ എന്നേ പറയുള്ളൂ. ഒരക്ഷരമുള്ളതിനൊക്കെ അതിന്റെ പേരാണ് പറയുന്നത്. അങ്ങനെ ഉച്ചരിക്കുന്ന പോലെയല്ല പറയുന്നത്, പേരാണ് പറയുന്നത്. അൽ ബാ അല്ലെങ്കിൽ സീന്. പിന്നെ സീനുണ്ട്, പിന്നെ ഉരി, പേലുള്ള അമ്പുണ്ട്. ഉരി എന്ന് പറഞ്ഞാൽ ഫേലിൽ അമ്രാണോ? അല്ല അല്ല ഉരി അല്ല, മുളാരി. ഫേല് മുളാരി. പിന്നെന്തുണ്ട്? അൽ കാഫ് എന്താ? മഫ്ഊൽ ബിഹി അവൽ. പിന്നെ ഹാ. ആ, മഫ്ഊൽ ബിഹി സാനി. എന്നാണ് അറബിയുടെ ആശ്ചര്യപരമായ, വളരെ ആനന്ദകരമായ ഒരു പ്രയോഗം, എന്താ രീതിയാണ് അറബി ഭാഷ. അപ്പൊ സീന് ചേർന്ന് വന്നു. അതോടൊപ്പം പിന്നെ ഉരി എന്ന ഫേല് മുളാരി അതിന്റെ മഫ്ഊലും ബിഹിയായ ഒന്നാമത്തെ മഫ്ഊലും ബിഹിയായ കായുണ്ട്. അതിനെ കാണിച്ചു തരാം, അത് ഹായുണ്ട്. അപ്പോ അരിനി കിതാബ്, അരിനി സാഅതക എന്ന് പറഞ്ഞാൽ നിനക്ക് കാണിച്ചു തരാം എന്നാണ് ഇതിന്റെ അർത്ഥം. ഞാൻ അതിനെ നിനക്ക് കാണിച്ചു തരാം. അതെ, ഞാൻ അതിനെ നിനക്ക് കാണിച്ചു തരാം. ഉരീക, ഞാൻ നിനക്ക് അതിനെ കാണിച്ചു തരാം. അറബിയുടെ ഘടന പറഞ്ഞാൽ ഞാൻ നിനക്ക് അതിനെ കാണിച്ചു തരാം. നിനക്കെന്നുള്ളതല്ലേ ആദ്യം വന്നത്, ഉരീക ഹോ, അതിനെ. അപ്പൊ സാഅത്താണെങ്കിലോ, അരിനി സാഅതക എന്നാണ് പറഞ്ഞെങ്കിലോ, നിന്റെ വാച്ച് കാണിച്ചു തരും എന്നാണ് പറഞ്ഞെങ്കിലോ, ആ, അപ്പൊ ഉരീക ഹ എന്ന് പറയണം. അപ്പൊ അതിനെ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്. ബാദ കലീലിൻ, ഞാൻ നിനക്ക് കാണിച്ചു തരാം, കുറച്ച് കഴിയട്ടെ എന്ന്. ബാദ കലീലിൻ, കുറച്ച് കഴിഞ്ഞതിന് ശേഷം. ഔ ലാ ഉരീകഹു, ഞാൻ കാണിച്ചു തരൂല എന്ന് പറഞ്ഞു. ലാ ഉരീകഹു, ഞാൻ അതിനെ നിനക്ക് കാണിച്ചു തരികയില്ല. അല്ലെങ്കിൽ ലാ ഉരീകഹ എന്ന് പറഞ്ഞു പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താ ഇതിന്റെ അർത്ഥം? യുജിരിയ, യുജിരി തംറീനാനി. യുജറ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യപ്പെടും എന്നാണ്. ജറാ ജിരി എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുകും എന്ന് പറഞ്ഞു. ഒഴുകി. ജറാ ജിരി, ഒഴുകി. യുജറ ഒഴുകപ്പെടും, പ്രാക്ടീസ് ചെയ്യപ്പെടുക കേട്ടോ. പ്രാക്ടീസ് ചെയ്യാം. തംരീൻ എക്സസൈസ്, തംരീനാനി അഷ്ഫവിയാനി, രണ്ട് വെർബൽ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക എന്നാണ്. അസാനി യഖൂൽ മുദരിസ്, പിന്നെ അധ്യാപകൻ പറയണം, ലികുല്ലി ത്വാലിബിൻ, എല്ലാ സ്റ്റുഡന്റിനോടും, അറൈതനി. അറൈതനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ എനിക്ക് കാണിച്ചു തന്നോ? കാണിച്ചു തന്നോ? അറൈത്ത, നീ കാണിച്ചു. അറൈത്ത, അറൈത്തും. അറൈത്തനി, നീ എന്നെ കാണിച്ചായിരുന്നോ? ദഫ്തറക്ക, നിന്റെ നോട്ട്ബുക്ക്. ഫയജീബുഹു ഖായിലൻ, ഫയജീബുഹു, അപ്പോ സ്റ്റുഡന്റ് മറുപടി പറയും ഖായിലൻ, പറഞ്ഞുകൊണ്ട്, ഞാൻ അറൈതുകഹു, അറൈതു ക ഹു, അറൈതു ഞാൻ കാണിച്ചു, ക നിനക്ക്, ഹു അതിന്. അറൈതകഹു, അറൈതുകഹു. ഓക്കെ.
അറൈത്താന്ന് അവിടെ അടക്കത്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ അറൈത്തക്കഹു എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ തക്കഹു എന്നാണ് ഉള്ളത് നിങ്ങളുടെ കിതാബിലോ? ഹു ആ ആ അറൈത്ത എന്നാൽ കാവര ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അറൈത്ത ക നീ നിന്നെ കാണിച്ചെന്ന് പറയാൻ പറ്റും. ഞാൻ കാണിച്ചു. അപ്പൊ തൂവാണ് വരേണ്ടത് അവിടെ. എന്റെ കയ്യിരിക്കുന്നത് ഈ ടെക്സ്റ്റ് ആണ്. അപ്പോ അത് ഒറിജിനൽ ടെക്സ്റ്റ് നിങ്ങൾക്ക് അയച്ച ടെക്സ്റ്റ് നോക്കണം. എന്തായിരുന്നാലും ഇങ്ങനെ ആക്കുക. അത് അറൈത്തു എന്നാണ് ഉള്ളത്. അറൈത്തു പറഞ്ഞാലേ കാ പറയാൻ പറ്റും. അറൈത്ത എന്ന് പറഞ്ഞാൽ നീ കാണിച്ചു, നീ കാണിച്ചു കാ എന്ന് പറഞ്ഞാൽ നീ നിന്നെ കാണിച്ചു എന്ന് പറയാൻ പറ്റുമോ? ചോദ്യം എന്താണ്? അറൈത്ത നീ അറൈത്ത നീ കാണിച്ചു, നീ എന്നെ കാണിച്ചുവോ എന്നാണ് ചോദ്യം. ദഫ്തറക്കാൻ നിന്റെ പുസ്തകം. അപ്പൊ യുജീബ് കായലിന് മറുപടി പറയണം. കായലിന് മറിഞ്ഞുകൊണ്ട് ഞാൻ അറൈത്തു ഞാൻ കാണിച്ചു, കാ നിന്നെ, ഹു അതിനെ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ബാക്കി ജവ്വല എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങല് നമ്മൾ പിന്നെ നോക്കാം. ഇങ്ങനെയുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. ടേസ്റ്റ് ഒരുപാട് പഠിച്ചു കേട്ടോ, ഒരുപാട് പഠിച്ചു ഉണ്ട്. നമ്മള്. ഇനി ഹദീസ് അറബി കിതാബുകളൊക്കെ വായിച്ചുകൊണ്ടേ ഇരിക്കണം. ഹദീസ് എടുത്ത് വായിക്കുക. ഹദീസ് ഗ്രന്ഥങ്ങൾ ബുഖാരി മുസ്ലിമിന്റെ ഒക്കെ മുഖ്തസറൊക്കെ എടുത്ത് വായിച്ചു. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷ നന്നായി പഠിക്കാനും അതിലൂടെ വിജ്ഞാന ശേഖരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ദീനിന്റെ വിജ്ഞാന ശേഖരങ്ങളിലേക്ക് ഇസ്ലാമിക ചരിത്രങ്ങൾ ഒരുപാട് വായിക്കാനുണ്ട് കേട്ടോ. ഇസ്ലാമിക ചരിത്രങ്ങളൊന്നും നമ്മൾ വായിക്കാറില്ല. ഇസ്ലാമിക ചരിത്രം നബൂവത്ത് മുതൽ ഇങ്ങോട്ട് സഹാബ ഇക്റാമിന്റെ ചരിത്രം, അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഖുലഫാ റാഷിദുകളുടെയും അതിനുശേഷം വന്ന ഖലീഫമാരുടെയും, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഖിലാഫത്ത് എവിടം വരെ നിലനിന്നുവോ അതുവരെയുള്ള ചരിത്രം ആദ്യം നമ്മൾ പഠിക്കണം. അതിനുശേഷം പിന്നെ മുസ്ലിങ്ങൾക്കുണ്ടായ ഉത്ഥാന പതനങ്ങൾ, അധപ്പതനത്തിന്റെ കാരണം, ഇതൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് പഠിച്ചാൽ വളരെ ആശ്ചര്യകരമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വായനയും പഠനമൊക്കെ ആയിരിക്കും. ഇതെല്ലാം നമുക്ക് അറബിയിൽ കിട്ടും. എന്ത് സെർച്ച് ചെയ്താലും ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക, കിട്ടും. PDF പഠിച്ചാൽ PDF കിട്ടും. കാരണം അവിടെ ഒരുപാട് പൊളിറ്റിക്സും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം അടിച്ച് ടൈപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട് പലരും. അതേപോലെ കോപ്പി എടുത്ത് സ്കാൻ ചെയ്ത് ചേർത്തിട്ടുണ്ട്. വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക, ഇതിനു വേണ്ടി പ്രവർത്തിക്കുക, ഖുർആന് വേണ്ടി പ്രവർത്തിക്കുക, അറബി ഭാഷയുടെ വ്യാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ പുതിയ സെന്റർ ഇവിടെ തുടങ്ങാൻ പോകുന്നുണ്ട്. എവിടെയാണ്? ചേന്നമംഗലൂർ. അപ്പൊ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് അടുത്ത സ്റ്റെപ്പ്. റമദാൻ കഴിഞ്ഞ ഉടനെ അത് തുടങ്ങുന്നത്. അത് നമ്മൾ സ്ഥല സൗകര്യം കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? സ്റ്റുഡൻസിനെ കിട്ടണം. അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ ഭാഗത്തുള്ള ആൾക്കാരിലേക്ക് സന്ദേശം എത്തിക്കുക. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിയിപ്പുകൾ ഉണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇലാ ലിഖാ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.